ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. എല്ലാവരും വിഷുവിൻ്റെ മൂഡിലായിരിക്കും അല്ലേ? വിഷുവിൻ്റെ കോടിയെല്ലാം എടുത്ത് ഇന്നിപ്പം എല്ലാവരും അപ്പം ചുടുന്ന തിരക്കിലായിരിക്കുമല്ലോ. അപ്പോൾ ഇന്ന് ഞാൻ മുമ്പേ എടുത്ത് വെച്ച ഒരു വീഡിയോ ആണ്. അപ്പത്തിൻ്റെ കാര്യപ്പം, അല്ലെങ്കിൽ ചിലർ ഉണ്ണിയപ്പം എന്ന് പറയും, ചിലർ കുഴിയപ്പം എന്ന് പറയും, ചിലർ നെയ്യപ്പം എന്ന് പറയും. നമ്മുടെ നാട്ടിൽ കാര്യപ്പം എന്നാ പറയുക കേട്ടോ. അപ്പോൾ നമ്മൾ ഈ കാര്യപ്പം ചുടുന്നതിൻ്റെ റെസിപ്പി ഇന്ന് ഇടാൻ വിചാരിച്ചു. അപ്പോൾ എല്ലാവർക്കും കാണിക്കൊന്ന ഒരു വർഷം മുഴുവൻ ഐശ്വര്യത്തിൻ്റെ നാളുകളാവട്ടെ. നല്ല ഭംഗിയുള്ള കൊന്നപ്പൂവ്, നല്ല രസമുണ്ട്. ഇത് ഫ്രഷ് ഫ്ലവറാണ് കേട്ടോ. അപ്പോൾ വിഷു ആശംസകൾ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ ഇപ്പോൾ 1 കിലോ പച്ചരി ഒരു 5 മണിക്കൂർ കുതിർത്തിട്ട് കഴുകി വെച്ചതാണ്. പിന്നെ വെല്ലം പാവാക്കി വെച്ചിട്ടുണ്ട്. ഒരു കിലോയിൽ കുറച്ചധികം വെല്ലം എടുത്തിട്ടുണ്ട്. ഇത് തേങ്ങ, ഒരു 1/4 തേങ്ങ, അരമുറി അരമുറീൻ്റെ പകുതിയും ഞാൻ നുറുക്കി കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ അരി പൊടിച്ച് വെക്കണം. പൊടിക്കുമ്പോൾ തരിയൊന്നും വേണ്ട. ചിലത് തരി, എനിക്ക് പക്ഷേ തരി ഇല്ലാത്ത ഇഷ്ടം. കാരണം തരി പിന്നെ കടിക്കുമ്പോൾ ഒരു രസം ഉണ്ടാവില്ല. എന്നിട്ട് പിന്നെ കൂട്ടുകൂട്ടുക. നമ്മളൊരു ഇളം ചൂടിൽ തന്നെ വെല്ലവും ഈ അരിപ്പൊടിയും കൂടിയിട്ട് മിക്സാക്കി നന്നായിട്ട് കട്ടയില്ലാതെ കലക്കി വെക്കണം. വേണമെങ്കിൽ ഒരു 1-2 ടേബിൾ സ്പൂൺ മൈദ ചേർക്കാം കേട്ടോ, ഒരു ബൈൻഡിങ്ങിന് വേണ്ടിയിട്ട്. ഞാനിവിടെ കാണിക്കുന്നില്ല, വേണമെങ്കിൽ ചേർക്കാം. ചിലർ ഗോതമ്പ് പൊടിയും ചേർക്കും. അപ്പോൾ ഇത് നന്നായിട്ട് കലക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു നുള്ള് ഉപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ. 1 കിലോ അരിക്ക് 1 കിലോ വെല്ലം തന്നെ മതി. ഞാൻ കുറച്ചവിടെ ബാക്കി വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ ചില വെല്ലത്തിന് മധുരം കുറവായിരിക്കും. അങ്ങനെയാണെങ്കിൽ വേണമെങ്കിൽ നമുക്ക് അത് മുഴുവൻ ചേർക്കാമെന്ന് വെച്ചിട്ട്. അപ്പം മധുരം ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ കട്ടകൾ ഇങ്ങനെ ഇപ്പോൾ കാണുന്ന കുറച്ച് കട്ടകളുണ്ട്. അതെല്ലാം കൈ കൊണ്ട് ഉടച്ച് നന്നായിട്ട് ഉടച്ചെടുക്കണം. ഇനി നമുക്ക് നന്നായിട്ട് പഴുത്ത ഒരു 5-6 മൈസൂർ പഴം, അല്ലെ പാളയന്തോടൻ പഴം, ചിലർ മൈസൂർ പൂവെന്ന് പറയും, നന്നായി പഴുക്കണം കേട്ടോ, അല്ലെങ്കിൽ കറ ചായ്ക്കും. അപ്പോൾ അതും നന്നായിട്ട് കൈ കൊണ്ട് തന്നെ അല്ലെങ്കിൽ സ്പൂൺ കൊണ്ട് ഉടച്ചാൽ മതി. മിക്സിയിൽ അടിക്കേണ്ട. മിക്സിയിൽ അടിച്ചാൽ ഒരു വെള്ളം പോലെയാകും. അപ്പോൾ അതും കൂടി ഉടച്ചെടുക്കണം. അത് നല്ല ഫ്ലേവറാണ് കേട്ടോ. ഇനിയിപ്പോൾ അഥവാ ഇത് കിട്ടിയില്ലെങ്കിൽ, മൈസൂർ പഴം അല്ലെങ്കിൽ പാളയന്തോടൻ പഴം കിട്ടിയില്ലെങ്കിൽ നമുക്ക് റോബസ്റ്റ പഴമോ അല്ലെങ്കിൽ നേന്ത്രപ്പഴമോ സോദരിപ്പഴം ഏത് പഴം വേണമെങ്കിലും എടുക്കുക കേട്ടോ, പൂവമ്പഴമോ. പക്ഷെ നന്നായിട്ട് പഴുത്തിരിക്കണം. പക്ഷേ ഏറ്റവും നല്ല ഫ്ലേവർ ഈ പാളയന്തോടൻ പഴത്തിനാണ്. എന്നിട്ട് അതും കൂടി നന്നായിട്ട് ഉടച്ചിട്ട് നമ്മൾ ഈ കൂട്ടിലേക്ക്, ഈ മാവിലേക്ക് ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. എന്നിട്ട് കൈ കൊണ്ട് നന്നായി വീണ്ടും ഉടച്ചെടുക്കണം. കുറച്ച് ചെറിയ തരികളൊന്നും പ്രശ്നമില്ല കേട്ടോ. ഇതിൻ്റെ ഒരു ടേസ്റ്റാണ് കടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്നിട്ട് ഇതിങ്ങനെ നന്നായിട്ട് കൈ കൊണ്ടായാലും ആദ്യം ഒന്ന് കൈ കൊണ്ട് മിക്സ് ചെയ്തിട്ട് പിന്നെ തവി കൊണ്ട് അല്ലെങ്കിൽ കയ്യിലുകൊണ്ട് ഇളക്കിയാൽ മതി. ഇത് നന്നായിട്ട് ഒരു 6 മണിക്കൂർ എങ്കിലും പൊന്താൻ വെക്കണം കേട്ടോ. നല്ല അപ്പമായിട്ട് കിട്ടും, നല്ല സോഫ്റ്റ് ആയിട്ടില്ല. നമുക്ക് വേണമെങ്കിൽ ഓവർനൈറ്റ് വെക്കുകയും ചെയ്യാം. രാത്രി കിടക്കുമ്പോഴെല്ലാം കലക്കി വെച്ച് രാവിലെ എഴുന്നേറ്റ ഉടനെ വേണമെങ്കിൽ ചൂടുകയും ചെയ്യാം. അല്ല, ഇനി പെട്ടെന്നാക്കണം എന്നുണ്ടെങ്കിൽ പിന്നെ ഒരു നുള്ള് സോഡക്കാരും അപ്പക്കാരും ചേർത്ത് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഞാൻ ചെയ്യാറില്ല. നമുക്ക് ചിലപ്പോഴതിങ്ങനെ ചെതറിപ്പോകും. അപ്പോൾ അതിലും നല്ലത് നമ്മളിങ്ങനെ തന്നെ ഒരു 6 മണിക്കൂർ വെച്ചിട്ട് അപ്പക്കാരം ചേർക്കാത്തതാണ് നല്ലത് കേട്ടോ. കഴിഞ്ഞ് 6 മണിക്കൂർ കഴിഞ്ഞിട്ടാകുമ്പോൾ നമ്മൾ ഈ അരിഞ്ഞ് വെച്ച തേങ്ങാക്കൊത്ത് ഇട്ട് ഇളക്കണം നന്നായിട്ട്. പിന്നെ നമ്മൾ റെഡിയാക്കി വെക്കണം. എള്ള് നന്നായിട്ട് അതിൻ്റെ ഇതെല്ലാം പൊടിയെല്ലാം കളഞ്ഞ് നന്നായിട്ട് അതിൽ കല്ലിലുണ്ട് അരിച്ച് കഴുകിയിട്ട് ഇതുമാതിരി അരിപ്പിയിലെടുത്തിട്ട് കറുത്ത വെള്ളമാണ് അതും കൂടി ചേർക്കണം. പിന്നെ വേണമെങ്കിൽ നമുക്ക് ഫ്ലേവർ ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് ഒരല്പം ഇത് ഏലക്കായ് പൊടിച്ചിട്ടും കൂടി ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ ചേർത്തിട്ടില്ല. അതൊരു നല്ലൊരു മണം ഉണ്ടാവും കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ സ്റ്റോക്കില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ അത് ചേർത്തിട്ടില്ല. അപ്പോൾ അതെല്ലാം കൂടി ഇളക്കി നല്ല കൂട്ട് കണ്ടതാണ്. നമ്മളിപ്പോൾ ഇഡ്ഡലി മാവ്, ഇത് ദോശമാവിനേക്കാളും കുറച്ചും കൂടി കട്ടിയുള്ള കൺസിസ്റ്റൻസിയാണ് കേട്ടോ. എൻ്റെ ഇപ്പോൾ ഇവിടെ ഒരു ഇൻഡാലിയത്തിൻ്റെ അപ്പച്ചട്ടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ കാരാന്നാണ് നമ്മളെല്ലാം പറയുക ഇവിടെ.
അപ്പോൾ അതിൽ ആദ്യം നമ്മൾ ഒരു കുഴിയിൽ കുറച്ച് ഒഴിച്ച് നോക്കണം. അപ്പോൾ നല്ല പതഞ്ഞിങ്ങനെ വരുന്നുണ്ടെങ്കിൽ ബാക്കിയും കൂടി എണ്ണ നന്നായി ചൂടായിട്ടുണ്ടെന്ന് അർത്ഥം. അതിലേക്ക് ബാക്കിയുള്ള കുഴികളെല്ലാം കൂടി ഒഴിക്കാം. നമുക്ക് ഈ അപ്പക്കാര ഈ ഗ്യാസിൻ്റെ മേലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം, ശ്രദ്ധിക്കണം കേട്ടോ. ചിലപ്പോൾ എണ്ണ ചേരിഞ്ഞിട്ടെല്ലാം മറിഞ്ഞു പോകും. ഇപ്പോൾ എനിക്കൊന്ന് അടി പരന്ന ഇതും കാര്യം കിട്ടാനുണ്ട്. പിന്നെ ഞങ്ങൾ വീട്ടിലൊക്കെ അമ്മയുടെ അടുത്തൊക്കെ ഇരുമ്പിൻ്റെ ആണ്, പിന്നെ ഓട്ടിൻ്റെ കാര്യമുണ്ട്, നോൺ സ്റ്റിക്ക് കാര്യമുണ്ട്. പക്ഷേ നോൺ സ്റ്റിക്ക് കാര്യത്തോട് എനിക്ക് അത്ര യോജിപ്പില്ല, കാരണം ഇത് ഭയങ്കരമായിട്ട് ചൂടാവുന്നതല്ലേ. അപ്പോൾ അത് അത്ര നല്ലതാണോ എന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഞാനിപ്പം എൻ്റെ അടുത്തുള്ള പഴയ ഇത് ഇൻഡാലിയത്തിൻ്റെ അപ്പച്ചട്ടി തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വേണ്ടതെല്ലാം നല്ല ഗോൾഡൻ കളറായിട്ട് വരുന്നുണ്ട്. നമ്മൾ ഇടയ്ക്കൊന്ന് തീ കൂട്ടി ഒരു മീഡിയം ഫ്ലെയിമിൽ അങ്ങനെ കുറച്ച് എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ കരിഞ്ഞിട്ട് പുറം മാത്രം കരിഞ്ഞ് ഉള്ളു പോവാതിരിക്കും. അങ്ങനെ അപ്പം നല്ല അപ്പം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇപ്രാവശ്യത്തെ വിഷു എല്ലാവരും നല്ല ഉണ്ണിയപ്പം ഉണ്ടാക്കി കളറാക്കണേ. എല്ലാവർക്കും വിഷു ആശംസകൾ. നല്ല ഒരു കൊല്ലം ആയിത്തീരട്ടെ എല്ലാവർക്കും. എല്ലാവരും എൻ്റെ ചാനൽ കണ്ട് സപ്പോർട്ട് ചെയ്ത് ഷെയർ ചെയ്യാൻ ലൈക്ക് ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും ഏത് മൂഡ്? വിഷു മൂടാന്നല്ലേ ഇപ്രാവശ്യം, ഓണം മൂടല്ല. അപ്പോൾ ധാരാളം നല്ലോണം അപ്പം ഉണ്ട് കേട്ടോ. ആ കാണുന്നത് മാത്രമുള്ളതാ, ഇതെല്ലാം എൻ്റെ അപ്പമാണ്. അപ്പോൾ ഒന്നുകൂടി വിഷു ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ. സമൃദ്ധമായിരിക്കട്ടെ.